എന്നൊരു മോശം ദിവസമായിരുന്നു. എന്നാണ് ഓണത്തിൻ്റെ പൂരാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെയാണെങ്കിൽ വീടൊക്കെ മൊത്തത്തിൽ മെസ്സായിട്ട് നടക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ രാവിലെ എന്നിട്ട് കട്ടൻ അങ്ങോട്ട് കുടിച്ചിട്ട് പണിയൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ കട്ടനൊക്കെ അങ്ങോട്ട് കുടിച്ചു. കട്ടൻ ഇട്ടാൽ മാത്രം പോരല്ലോ, എല്ലാവർക്കും കൊടുക്കണമല്ലോ. അങ്ങനെ കുടിച്ചോണ്ടിരുന്ന സമയത്ത് ചെറുത് എണീറ്റു. പിന്നെ അവളെയും പിടിച്ച് 2 മിനിറ്റ് ഇന്ന് കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ അവളവിടെ കൊണ്ടിരുത്തി പിന്നെ പണിയൊക്കെ ചെയ്ത് തുടങ്ങി. എല്ലാം നോക്കി പെറുക്കിയിട്ട് ബാക്കിയുള്ള പണിയൊക്കെ തുടങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മൂത്ത കുട്ടിക്ക് പനി. പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട്. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഹോമിയോ ഹോസ്പിറ്റൽ. അവിടെ ചെന്ന് അത്യാവശ്യം നല്ല ഫെസിലിറ്റി കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അവിടെ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് ചെന്ന പാട് പണി തുടങ്ങി. പിന്നെ പണിയോട് പണിയായിരുന്നു. പൂരാടത്തിൻ്റെ പണി തലേദിവസമേ തുടങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഉത്രാടപ്പാച്ചിലും ഇതിലും ഭേദമായിരുന്നു തോന്നുന്നു. പിന്നെ അങ്ങ് കഴിവ് തന്നെ എല്ലാ പണിയും തുടങ്ങി. ഫസ്റ്റ് തന്നെ എല്ലാം തൂത്ത് കുറച്ചിട്ടു. ഇതൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം പുറത്തുനിന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ആരെങ്കിലും സെയിം അവസ്ഥ തന്നെ. പിന്നെ ആദ്യം അങ്ങ് എല്ലാം പെട്ടെന്ന് കഴുകി ക്ലീനാക്കാമെന്ന് വെച്ച് എല്ലായിടത്തും മാറ്റി കഴുകി ഉരച്ച് വന്നപ്പം ഒരു നേരമായി. അപ്പോൾ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് കൊച്ചിനുള്ള കുറുക്കരക്കലാണ്. അതിലോട്ട് അരിവിടെ അരകളിൽ തന്നെയാണ് റാഗി അരച്ചെടുക്കുന്നത്. റാഗി കുട്ടിക്ക് കൊടുത്തേ പറ്റൂ. കാര്യം കാൽസ്യക്കുറവുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 2 നേരം റാഗി കുറുക്ക് തന്നെ കൊടുക്കണമെന്ന്. പിന്നെ അങ്ങോട്ട് അത് അരച്ച് മാറ്റി പെട്ടെന്ന് തന്നെ കുറുക്കുണ്ടാക്കി. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പണി ഇറങ്ങും. ഇങ്ങനെ കിട്ടി, എൻ്റെ പേരൊന്നും അറിയത്തില്ല. പിന്നെ അത് മുളയിലൊക്കെ നിന്നില്ല. നേരെ പാട് തേങ്ങ അരച്ചെന്നെ കറിച്ചു. പിന്നെയുള്ള പണി ഒരുപാട് അലക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്തു മെഷീനകത്തിട്ട് കിട്ടാം. നമുക്ക് മെഷീനകത്തിട്ട് അങ്ങനെയാക്കി മാറ്റി. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം ഒന്ന് കുതിർത്തതിന് ശേഷം മെഷീൻ ഓണാക്കി എടുക്കാറുള്ളൂ. പെട്ടെന്ന് പരിപാടി തീരും. പിന്നെ ആണെങ്കിൽ രാവിലത്തെ കാപ്പിടിയാണ്. സമയം നോക്കിയപ്പോൾ 12 മണിയാകാൻ പോകുന്നു. നേരെ പോയി ഫുഡ് കഴിച്ച് കുടിച്ച്